ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളുള്ള ഒരു ചെറിയ ടോപ്പിക് കൂടി പരിചയപ്പെടാം. കേരള PSCയിൽ ഇന്ത്യയുടെ വിദേശ നയം. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് രഘുനന്ദനൻ MV. വിൻഡോജുവിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിൻ്റെ താഴെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലിഗ്രാം ചാനലിലേക്കുള്ള ലിങ്ക് ഉണ്ട്. ടെലിഗ്രാം ചാനലിലെ ലിങ്കിലും ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് PSC അപ്ഡേറ്റുകൾ, പോളുകൾ, ക്വിസുകൾ ഒക്കെ അതിൽ പങ്കെടുക്കാം. കൂടാതെ ഈ ക്ലാസ്സുകളും അതിൽ യഥാസമയങ്ങളിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ വിദേശ നയം, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? എല്ലാം SCERT ബുക്കിൽ നിന്നുള്ള തന്നെയാണ്. അതിൽ സമാധാനപരമായ സഹവർത്തിത്വം, ഇന്ത്യ ഏത് കാലവും ഉയർത്തിപ്പിടിച്ച ഒന്നാണ് സമാധാനപരമായ സഹവർത്തിത്വം. വംശീയവാദത്തോടുള്ള വിദ്വേഷം, നമുക്കറിയാം നമ്മുടെ ഗാന്ധി തന്നെ അതിനിരയാണ് അല്ലേ? എവിടെ വെച്ചാണ് ഗാന്ധിയെ ഇറക്കി വിട്ടത്? വെളുത്ത വർഗ്ഗക്കാരോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ ട്രെയിനിൽ നിന്ന് ഗാന്ധിയെ ഇറക്കി വിട്ട സ്ഥലമുണ്ടെന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? മറ്റൊന്ന്, വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊന്നൽ. അത് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന ഭാഗമായിരുന്നില്ല. സഹവർത്തിത്വവും സഹകരണവുമുണ്ട്, വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊന്നലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ വരുന്നത് 1ഉം 2ഉമാണ്. സോ ആൻസർ A ആണ് അവിടെ ആൻസർ വരുന്നത്. 1ഉം 2ഉം എന്നുള്ളത് Aയിൽ മാത്രമാണ്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി അത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു അല്ലേ? ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി. അപ്പോൾ VP മേനോൻ എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, ഇന്ത്യയിലേക്ക് നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ആളാണ് VP മേനോൻ എന്ന് പറയുന്നത്. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ദ ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നുള്ളവ അദ്ദേഹത്തിൻ്റെ 2 പുസ്തകങ്ങളാണ്. ഗാന്ധിജിയെക്കുറിച്ച് നിങ്ങൾക്കറിയാം, BR അംബേദ്കർ ഭരണഘടനാ ശില്പി എന്നുള്ള പേരിൽ. അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് PSC പരീക്ഷയ്ക്ക് ആവർത്തിച്ചു വരുന്ന ചോദ്യമാണ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത നേതാവ് കൂടിയാണ് BR അംബേദ്കർ. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെടുത്തിയ വിദേശ നയമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സ്വീകരിച്ചത്. ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ നമ്മുടെ നിലപാടുകൾ പലതും അവിടെ തന്നെ രൂപപ്പെട്ടതാണ്. ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുന്നത് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പല ചർച്ചകളിലെയും ഒക്കെ കാര്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പിന്നീട് വന്നിട്ടുള്ളത്, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ. അതുപോലെ തന്നെ നമ്മുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലേ, നമുക്കറിയാം നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഭരണഘടനയിൽ അവകാശങ്ങൾ വന്നിട്ടുള്ളത്. അതുപോലെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെടുത്തിയ വിദേശ നയമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സ്വീകരിച്ചത്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി ജവഹർലാൽ നെഹ്റു ആണ്. ലോകത്തെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. സമാധാനപരമായ സഹവർത്തിത്വം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ലെന്നാണ് ലോകരാജ്യങ്ങളോട് ഉണർത്താനുള്ളത് എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ് 1947 പ്രസംഗത്തിൽ. ഇപ്പം ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങൾ SCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ബുള്ളറ്റ് പോയിന്റ് ആയിട്ട്. ഈ SCERT ടെക്സ്റ്റ് ബുക്കിലെ ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ നിന്നാണ് പലപ്പോഴും പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങൾ വരിക. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങൾ സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പാണ്. ബ്രിട്ടനെതിരെ സമരം നയിച്ചുകൊണ്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ശക്തമാകുന്നത്. അന്ന് ബ്രിട്ടനാണ് കോളനികളുള്ളത്, ബ്രിട്ടനാണ് സാമ്രാജ്യത്വം. ഇന്ന് അമേരിക്കൻ സാമ്രാജ്യത്വം എന്ന് പറയുന്നത് പോലെ അന്ന് ബ്രിട്ടൻ്റേതാണ് സാമ്രാജ്യത്വം. ബ്രിട്ടൻ്റെ അല്ലേ, സൂര്യൻ അസ്തമിക്കാത്ത നാട് എന്നാണ് ബ്രിട്ടനെ വിളിച്ചിരുന്നത്. അത്രയും കോളനികളാണ്. ഒരു ഭാഗത്ത് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടൻ്റെ മറ്റൊരു കോളനിയിൽ സൂര്യൻ ഉദിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നാണ് ബ്രിട്ടനെ വിളിച്ചിരുന്നത്. വംശീയവാദത്തോടുള്ള വിദ്വേഷം, ഞാൻ നേരത്തെ പറഞ്ഞു, ഗാന്ധിയുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, ഇത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സമാധാനപരമായ സഹവർത്തിത്വം, അതുപോലെ പ്രധാനപ്പെട്ടതാണ് പഞ്ചശീല തത്വങ്ങൾ.
വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ. അപ്പോൾ നേരത്തെ നമ്മളവിടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അല്ലെ വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ ചേരിചേരായ്മ. അപ്പോൾ അവിടെ എന്തായിരിക്കും അവിടെ അത് തെറ്റാണ് എന്ന് പറയാനുള്ള കാരണം? ഞാനത് വായിച്ചെടുത്തുള്ള തെറ്റാണ്. ശരിക്കും ഇവിടെ 1, 2, 3 ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ സമാധാനപരമായ സഹവർത്തിത്വവും വംശീയ വിദ്വേവാദത്തോടുള്ള വിദ്വേഷവും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ കൂടിയുണ്ട്. അതുകൊണ്ട് മേൽപ്പറഞ്ഞവയെല്ലാം തന്നെയാണ് അവിടെ ആൻസർ വരിക. ഞാനവിടെ വായിക്കുമ്പോൾ ഉള്ള ഒരു ചെറിയ മിസ്റ്റേക്കാണ്. അവിടുത്തെ ആൻസർ അതാണ്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് വരാം. ചേരിചേരായ്മ. ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളാണ്. സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്, വംശീയവാദത്തോടുള്ള വിദ്വേഷം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സമാധാനപരമായ സഹവർത്തിത്വം, പഞ്ചശീല തത്വങ്ങൾ, വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ, ചേരിചേരായ്മ. ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളാണ്. ചേരിചേരാ പ്രസ്ഥാനം രൂപവൽക്കരിക്കാൻ നമ്മൾ ചേരിചേരായ്മ, അന്ന് ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ 2 ചേരികളുണ്ട്. സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് ചേരിയുമുണ്ട്, അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മുതലാളിത്ത ചേരിയിലുമുണ്ട്. ഈ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഒരു മിശ്ര സമ്പൽ വ്യവസ്ഥയാണ്. മുതലാളിത്ത സമ്പൽ വ്യവസ്ഥയിലെ നല്ല വശങ്ങൾ സ്വീകരിച്ചു, സോഷ്യലിസ്റ്റ് സമ്പൽ വ്യവസ്ഥയിലെ നല്ല വശങ്ങളും സ്വീകരിച്ചുകൊണ്ട് ഒരു മിശ്ര സമ്പൽ വ്യവസ്ഥയാണ് ഇന്ത്യ സ്വീകരിച്ചത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, PSCക്ക് ചോദിക്കാറ്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ വിദേശ നയം എന്ന് പറഞ്ഞാൽ അന്ന് നിലനിന്നിരുന്ന, ഇന്ന് അങ്ങനത്തെ ഒരു ചേരി നിൽക്കുന്നില്ല. ഇന്നൊരു ഏകധ്രുവ ലോകത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു മുതലാളിത്ത ലോകം. നന്മയുമുണ്ട് തിന്മയുമുണ്ട്. ആ മുതലാളിത്ത ലോകത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരൊറ്റ രാജ്യത്തെ ആശ്രയിച്ചുകൊണ്ടുള്ള ലോകം നല്ലതല്ല. ആ സമയത്താണ് ചൈനയെ പോലെയുള്ള രാജ്യം ഇന്ന് പൊന്തി വരുന്നുണ്ട്, ഉയർന്നു വരുന്നുണ്ട്. റഷ്യ മെല്ലെ മെല്ലെ ശക്തി ആർജിക്കുന്നുണ്ട്. ഇന്ത്യയും വളരെയധികം ശ്രദ്ധേയമായ പുരോഗതി നേടുന്നുണ്ട്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ബ്രിക്സ് അല്ലേ. ആ ബ്രിക്സ് എന്നുള്ളത് ബ്രസീലും റഷ്യയും ഇന്ത്യയും ഒക്കെ ചേർന്ന, ചൈനയും എല്ലാം ചേർന്ന ബ്രിക്സ് വളരെയധികം ശ്രദ്ധേയമാകുന്നുണ്ട്. അത് മറ്റൊരു ശാക്തിക ചേരിയായി ആ കൂട്ടായ്മ ഭാവിയിൽ മാറുമെന്ന് ലോകം മുഴുവൻ കരുതുന്നുണ്ട്. അപ്പം ബ്രിക്സ് ഒരു പ്രധാനപ്പെട്ട ചേരിയാണ്. ഇന്ന് ബ്രിക്സ് ചേരിയിൽ നമ്മൾ അംഗമാണ്. പക്ഷെ പണ്ടതല്ലായിരുന്നു, ഒരു ശീതസമരം, കോൾഡ് വാർ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ 2 ചേരിയിലും നിൽക്കുന്നില്ല എന്നായിരുന്നു ആര് തീരുമാനിച്ചത്? ഇന്ത്യ തീരുമാനിച്ചത്. അതിനുവേണ്ടി ഇന്ത്യയിലെ നേതാക്കളടക്കം ചേർന്ന് രൂപീകരിച്ച പ്രസ്ഥാനമാണ് ചേരിചേരാ പ്രസ്ഥാനം. ഇന്ന് അത്ര പ്രസക്തമല്ല, പക്ഷെ ഇപ്പോഴും അതുണ്ട്. പക്ഷെ അന്ന് അത് വളരെ പ്രസക്തമാണ്. ആ ചേരിചേരാ പ്രസ്ഥാനം രൂപവൽക്കരിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് ബാന്തുങ് സമ്മേളനം. നാമിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ, അതായത് നോൺ അലൈൻഡ് മൂവ്മെന്റ്, അതാണ് ചേരിചേരാ പ്രസ്ഥാനം. ആരുമായും ആരുടെ ഭാഗത്ത് നിൽക്കാതെ ശരിയുടെ ഭാഗത്ത് മാത്രം നിൽക്കുന്ന ഒരു ചേരിചേരാ പ്രസ്ഥാനം രൂപവൽക്കരിച്ച നേതാക്കന്മാർ വളരെ പ്രധാനമായും PSC പരീക്ഷയ്ക്ക് ഇടയ്ക്ക് ചോദിക്കാറുണ്ടായിരുന്നു. ഓർത്തുവെക്കുക, അതിലൊന്ന് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഈജിപ്തിന്റെ പ്രസിഡന്റായിരുന്ന ഗമാൽ അബ്ദുൽ നാസർ, യൂഗോസ്ലോവിയയുടെ പ്രസിഡന്റായിരുന്ന മാർഷൽ ടിറ്റോ, ഇന്തോനേഷ്യയുടെ പ്രസിഡന്റായിരുന്ന അഹമ്മദ് സുഗാർണോ, ഘാനയുടെ പ്രസിഡന്റായിരുന്ന കാമി എൻക്രൂമ. ജവഹർലാൽ നെഹ്റു, ഗമാൽ അബ്ദുൽ നാസർ, മാർഷൽ ടിറ്റോ, അഹമ്മദ് സുഗാർണോ, കാമി എൻക്രൂമ. ചേരിചേരായ്മ ലോകരാജ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണ്. അപ്പം ചേരിചേരായ്മ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ചേരിയിൽ നിൽക്കില്ല എന്നേ ഉള്ളൂ. പക്ഷേ ലോക കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും ഇടപെടലാണ്. നാം രൂപവൽക്കരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ബന്തുങ് സമ്മേളനമാണ്. 1955 ബന്തുങ് സമ്മേളനത്തിലാണ് ചേരിചേരാ പ്രസ്ഥാനം രൂപവൽക്കരിക്കുന്നത്. നാമിൻ്റെ ആദ്യ സമ്മേളനം ബെൽഗ്രേഡ്, യൂഗോസ്ലോവിയയിലാണ് 1961. 1961 ബെൽഗ്രേഡിലാണ് നാമിൻ്റെ ആദ്യ സമ്മേളനം നടക്കുന്നത്. ബെൽഗ്രേഡ് സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ 25 രാജ്യങ്ങളാണ് ബെൽഗ്രേഡ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. നാമിൻ്റെ രൂപീകരണത്തിന് അടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്നത് പഞ്ചശീല തത്വങ്ങളാണ്. നാമിൽ ഏറ്റവും ഒടുവിൽ അംഗമായ രാഷ്ട്രങ്ങൾ അസർബൈജാനും ഫിജിയുമാണ്.
നാമിൽ അംഗമായ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ബെലാറസും അസർബൈജാനുമാണ്. നാമിൻ്റെ ആദ്യ സെക്രട്ടറി ജനറൽ ജോസിഫ് ബോസ് ടിറ്റോ ആണ്. യൂഗോസ്ലോവിയയുടെ തന്നെ ജോസിഫ് ബോസ് ടിറ്റോ ആണ്. ചേരിചേരാ പ്രസ്ഥാനം സ്ഥാപിതമായത് 1961 ഇന്നതിൻ്റെ അംഗസംഖ്യ 120. അപ്പോൾ ശീതസമരത്തിൻ്റെ ഭാഗമായി USSR അമേരിക്കൻ, അതായത് മുതലാളിത്ത സോഷ്യലിസ്റ്റ് ചേരികളിൽ പെടാതെ സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിച്ച രാഷ്ട്രങ്ങളുടെ സംഘടനയാണ്. പിന്നീട് സോവിയറ്റ് യൂണിയൻ തകർന്നു. നിങ്ങൾക്കറിയാം, ഇന്നത് റഷ്യ എന്നുള്ള രാജ്യമായി ചുരുങ്ങി. പണ്ടത്തേതുപോലെയുള്ള ശാക്തിക ചേരികളിൽ ഇന്ന് അമേരിക്കയ്ക്ക് എതിരായ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രമൊന്നുമല്ല റഷ്യ. രാഷ്ട്രം തന്നെയാണ്, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രമൊന്നുമല്ല റഷ്യ എന്ന് നമുക്കറിയാം. നാം എന്ന ആശയം ആദ്യമായി പ്രചരിപ്പിച്ചത് VK കൃഷ്ണമേനോനാണ്. 1962 ഇന്തോ ചൈന യുദ്ധത്തിൻ്റെ രാഷ്ട്രീയ കാരണം എന്താണ്? 1962 ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണം ദലൈലാമയ്ക്ക് അഭയം നൽകിയതാണ്. 1962 ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധമുണ്ടാകുന്നതിന് കാരണമായ പ്രധാന വിഷയങ്ങൾ ഒന്ന് ടിബറ്റൻ പ്രശ്നവും ഒന്ന് അതിർത്തി തർക്കവുമാണ്. ടിബറ്റ് ചൈന കയ്യേറി. അപ്പോൾ ടിബറ്റ് ഒരു സ്വതന്ത്ര രാഷ്ട്രമാണെന്നുള്ള നിലപാടായിരുന്നു ഇന്ത്യക്ക്. പക്ഷെ ടിബറ്റ് ചൈനയുടെ ഭാഗമാണെന്ന് ചൈന കയ്യേറിയതാണ്. അപ്പോൾ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ സ്വതന്ത്രമായി നിലനിൽക്കാൻ ആഗ്രഹിച്ച പ്രദേശമായിരുന്നു ടിബറ്റ്. ചൈന ടിബറ്റിനെ ആക്രമിച്ച് അതിൻ്റെ ഭാഗമാക്കിയ വർഷം 1959. ഇതിനെതിരെ ടിബറ്റിൽ പ്രക്ഷോഭം ആരംഭിച്ചു. ചൈനീസ് ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടി ടിബറ്റൻ ജനതയുടെ ആത്മീയ നേതാവായ ദലൈലാമ ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം നേടിയത് 1959. അതിനെ തുടർന്നാണ് 1962 ഇന്ത്യ ചൈന അതിർത്തി തർക്കമുണ്ടായിരുന്നു. അതുകൂടാതെ ടിബറ്റിലെ ആത്മീയ നേതാവായ ദലൈലാമ ഇന്ത്യയിൽ അഭയം നേടിയതും ഇന്ത്യ ചൈന യുദ്ധത്തിൽ കലാശിച്ചു. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ക്ലാസ്സുകളൊക്കെ അവസാനം വരെ കണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരുന്നു. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ